ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ONGC സ്കോളർഷിപ്പ് സ്കീമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് ലാസ്റ്റ് ഡേറ്റും ഞാൻ പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ ഇത് SC/STക്കാർക്കും OBCക്കാർക്കും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതായത് SC/ST, OBC, ജനറൽ എന്ന് പറഞ്ഞാൽ 3 വിഭാഗക്കാർക്ക് 3 രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ എല്ലാ ക്രൈറ്റീരിയയും സെയിം തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഇത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിങ്ങിനോ MBBSനോ MBAയിലേക്കോ അതോ മാസ്റ്റർ ഇൻ ജിയോളജി, ജിയോഫിസിക്സ് ഒക്കെ പ്രോഗ്രാം ചെയ്യുന്നവർ, അതായത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ SC/STക്കാരുടെ ആണ് ഞാൻ മെയിൻലി പറയുന്നത്. പക്ഷേ OBCക്കാർക്കും ഏകദേശം സെയിം തന്നെയാണ് എല്ലായിട്ട് വരുന്നത്. 48,000 ആണ് ഒരു ഇയറിൽ ഒരു കുട്ടിക്ക് ലഭിക്കുക. സെയിം ബാക്കിയുള്ള സ്കോളർഷിപ്പ് പോലെ തന്നെ നമുക്ക് റിന്യൂ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്ന 4 കൊല്ലം ഈ മണി നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറലും OBCക്കാർക്കും ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം. സെയിം സ്കോളർഷിപ്പ് തന്നെയാണ്, പക്ഷേ അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കേഷൻ ഫോംസ് മാത്രമേ വ്യത്യാസമുള്ളൂ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടേതായത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇത് PGക്കാർക്കും UGക്കാർക്കും അവരുടെ പോർട്ടലിൽ ഓപ്പൺ ആണ് ഇപ്പോൾ. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിലായിരിക്കണം. അതുപോലെ തന്നെ AICTE, MCI, UGC അങ്ങനെയുള്ള അസോസിയേഷൻസിൻ്റെ അടിയിൽ വരുന്ന കോളേജസിൽ അഡ്മിഷൻ എടുത്തവരായിരിക്കണം. അതുപോലെ തന്നെ റെഗുലർ കോഴ്സസ് ആയിരിക്കണം, ഡിസ്റ്റൻ്റ് ഒന്നും ആവരുത്. ഇനി നിങ്ങളുടെ പേഴ്സൻറ്റേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എഞ്ചിനീയറിങ്ങോ അതോ MBBS പോലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് 60% മാർക്ക് അവരുടെ ക്ലാസ് 12ൽ വേണം. അതുപോലെ തന്നെ PG കോഴ്സസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഗ്രാജുവേഷന് അവർക്ക് 60% മാർക്ക് വേണം. പിന്നെ നിങ്ങളുടെ ഫാമിലി ഇൻകം 4.5 lakhsന് താഴെ ആയിരിക്കണം. ഏജ് 30 ഇയേഴ്സിന് മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റെഗുലർ ഫുൾ ടൈം കോഴ്സിനായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ കണ്ടീഷൻസ് കുറച്ച് നോക്കാം. സ്റ്റുഡൻസ് SC/ST അതുപോലെ OBC അല്ലെങ്കിൽ ജനറലിൽ ബിലോങ് ചെയ്യുന്നവരാവാം. ഇത് ഞാൻ SC/STക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത PPT ആണ്, അത് കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ 50% സ്കോളർഷിപ്പും ഗേൾസിന് വേണ്ടി റിസർവ്ഡ് ആണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു പേഴ്സൻറ്റേജിൻ്റെ കാര്യത്തിൽ 60%ഉം അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ നമ്പറും ആക്റ്റീവ് ആയിട്ടുള്ളത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ONGC സ്കോളർഷിപ്പ് നിങ്ങൾ അറ്റ് 1 ടൈമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡിഗ്രിയിൽ അപ്ലൈ ചെയ്തെങ്കിൽ PGക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്കോളർഷിപ്പിൻ്റെ സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഈ സൈറ്റിൻ്റെ മുകളിലായിട്ട് അപ്ലൈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കാണാം, പച്ച കളർ ബട്ടൺ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് തന്നെയാണ് ഓപ്പൺ ആയി വരിക. ഞാനത് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം UG, PG കോഴ്സസിന് അപ്ലൈ ചെയ്യാനുള്ള ഓരോന്നിനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കാറ്റഗറി നോക്കിയിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസും അതുപോലെ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സും മാൻഡേറ്ററി അല്ലാത്ത ഡോക്യുമെൻറ്റ്സും അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും അവിടെ നിന്ന് അറിയാൻ പറ്റും. സാമ്പിൾ ഡോക്യുമെൻറ്റ്സും പ്രൊഫോമ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഇതിനെ പറ്റിയിട്ടൊരു ഫുൾ ഡീറ്റെയിൽ അവർ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അടിയിൽ I have read and understood എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഓരോ സ്ട്രീമിനും എത്ര സ്കോളർഷിപ്സാണ് അവർ അലോ ചെയ്യണേ, ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷൻ എന്താണെന്നും അതുപോലെ ടോട്ടൽ എമൗണ്ടും അവർ കാണിച്ചിട്ടുണ്ട്. അഥവാ സോണിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാനാണെങ്കിൽ Zone 5ലാണ് കേരള ഇൻക്ലൂഡ് ആയിക്കണേ. ഓരോ സോണിലും 200 സ്കോളർഷിപ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 10th October ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഫാമിലിയിലോ ആരെങ്കിലും ഫസ്റ്റ് ഇയറിൽ UGയോ അതോ PG കോഴ്സസോ ചേർന്നവരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് സഹായകരമാകും. സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് ബ്രീഫായിട്ട് പറയാനാണെങ്കിൽ മന്ത്ലി 4,000 rupeesഉം പെർ ഇയർ 48,000 ആണ് കിട്ടുക. പിന്നെ ഇത് നമുക്ക് പഠിക്കുന്ന 4 ഇയേഴ്സിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് പ്രൊമോട്ട് ആയിട്ടില്ലെങ്കിൽ
സ്കോളർഷിപ്പും ഡിസ്കണ്ടിന്യൂ ആയി പോവും. പിന്നെ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് റിന്യൂ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് മണി കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് വാങ്ങുന്നതായിട്ട് ഇവരുടെ അറിവിൽപ്പെട്ടാൽ ഇത് നിങ്ങൾ റീഫണ്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ സ്കോളർഷിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇതുപോലെ തന്നെ ഞാൻ കുറേ നാഷണൽ സ്കോളർഷിപ്പിനെയും പ്രൈവറ്റ് സ്കോളർഷിപ്പിനെയും പറ്റിയിട്ട് കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്